ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലെ ആനകൾക്കിനി സുഖചികിത്സ കാലമാണ്. ചിട്ടയായ മരുന്നുകൾ നൽകിയും ഭക്ഷണക്രമം ഒരുക്കിയുമാണ് 30 ദിവസം നീളുന്ന സുഖചികിത്സ. ദേവസ്വത്തിന് കീഴിലെ 26 ആനകൾക്കാണ് ആദ്യഘട്ടത്തിൽ ചികിത്സ ഒരുക്കിയിരിക്കുന്നത്. പുന്നത്തൂർ കോട്ടയിൽ ആകെ 38 ആനകളാണുള്ളത്. അതിൽ മതപ്പാടില്ലാത്ത 26 ആനകൾക്കാണ് സുഖചികിത്സ നടക്കുക. ചിട്ടയായ ഭക്ഷണം, ആയുർവേദ അലോപ്പതി മരുന്നുകൾ, മണിക്കൂറുകൾ നീളുന്ന ആനക്കുളി, നടത്തം ഇവയെല്ലാമാണ് ചികിത്സയുടെ ഭാഗമായി ഗജവീരന്മാർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഈ 26 ആനകൾക്കും ഇനി വരുന്ന ഒരു മാസക്കാലം ജൂലൈ 31 വരെയുള്ള ദിവസങ്ങളിൽ സ്ഥിരമായി ഡോക്ടർമാർ വന്ന് അവയെ പരിശോധിക്കുന്നു. അവയ്ക്ക് വേണ്ടതായിരിക്കുന്ന ഏതൊക്കെ രീതിയിലുള്ള പരിചരണങ്ങളാണ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നൽകുന്നു. വിശേഷപ്പെട്ട രീതിയിൽ ഔഷധ മൂല്യമുള്ളതായിരിക്കുന്ന ഭക്ഷണം നൽകുന്നു. ഇങ്ങനെ ഒരു മാസക്കാലത്തെ ചികിത്സയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനകം 11 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി ഗുരുവായൂർ ദേവസ്വം നീക്കിവെച്ചിട്ടുള്ളത്. 3420 കിലോഗ്രാം അരി, 1140 കിലോഗ്രാം ചെറുപയറും റാഗിയും, 114 കിലോ മഞ്ഞൾപ്പൊടി ഇവയൊക്കെയാണ് ഈ കാലയളവിലെ ആനകളുടെ പ്രധാന ആഹാരം. അഷ്ടചൂർണം, ചവനപ്രാശം, അയൺ ടോണിക്ക്, ധാതു ലവണങ്ങൾ, വിരമരുന്ന് തുടങ്ങിയവയാണ് മരുന്നുകൾ. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനൊപ്പം ശരീരപുഷ്ടിക്കുള്ള സമീകൃത ആഹാരമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ചികിത്സയ്ക്കായി 11 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ദേവസ്വം ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ട്. മതപ്പാടിലുള്ള ആനകളെ നീരിൽ നിന്നും അഴിക്കുന്ന മുറയ്ക്കാവും സുഖചികിത്സ നൽകുക. ജൂലൈ 30-ന് ചികിത്സകൾ പൂർത്തിയാകുന്നതോടെ ആനകൾ ഉത്സവങ്ങളിലും പൊതുപരിപാടികളിലും വീണ്ടും സജീവമാകുമെന്നും ദേവസ്വം അധികൃതർ പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.